ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും? ശിശംസ കാണുന്ന ഇറങ്ങി കേട്ടോ. ഇവിടെ അൽഹംദുലില്ലാ സുഖമായി പോകണു. അപ്പോൾ അവിടെ എങ്ങനെയുണ്ട്? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ ഇപ്പോൾ ഡെയിലി ആയിട്ട് ലോങ് വീഡിയോ ഇപ്പോൾ ഇടൽ ഭയങ്കര കുറവായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ തീരെ ടൈമില്ല കേട്ടോ, ഭയങ്കര ബിസിയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാനൊന്നും ഒട്ടും ടൈം കിട്ടണില്ല. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇതുപോലെ വഴിയെ മനസ്സിലായിക്കോളും. അറിഞ്ഞോളൂ കേട്ടോ. എന്തായാലും ഞാൻ ഇങ്ങനെ എന്തായാലും കാണാം. അപ്പോൾ പിന്നെ എന്താ ഇപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദമിനെ സ്കൂളിൽ പറഞ്ഞേക്കുന്ന തിരക്കാണ്ട് രാവിലെ. ഇപ്പോൾ എന്താ പറയുക, ആദമും ഓസിലും ഞങ്ങളിപ്പോൾ എല്ലാവരും പോണവരായതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റാൽ പെടപെടപെടേന്നുള്ള തിരക്കാണ് കേട്ടോ. അപ്പോൾ ആദമിനെ സ്കൂളിലേക്ക് റെഡിയാക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവനക്ക് എന്നും വെള്ളപ്പം അല്ലെങ്കിൽ ദോശയാണെന്നുണ്ടെങ്കിൽ എന്നും പഞ്ചസാരയാണ്. ഇന്ന് എനിക്ക് പഞ്ചസാര വേണ്ട, ഉച്ചയ്ക്ക് ചിക്കൻ പൊരിച്ചത് മതി അല്ലെങ്കിൽ സോയാബീൻ പൊരിച്ചത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സോയാബീൻ മേടിച്ച് നമുക്ക് അത് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവൻ കറി തീരെ കൂട്ടത്തില്ല കേട്ടോ, അവൻ തീരെ ഇഷ്ടമല്ല നമുക്ക് കറി. അവനൊന്നെങ്കിൽ ചിക്കൻ പൊരിച്ചതോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ പപ്പടം പൊരിച്ചതോ സോയാബീൻ പൊരിച്ചതോ അങ്ങനെയുള്ള ഐറ്റംസാണ് അവനക്ക് ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ പഞ്ചസാര, അല്ലെങ്കിൽ പിന്നെ അത് വെറുതെ തിന്നോളും, കറി ഇല്ലെങ്കിലും വേണ്ടില്ല, വെറുതെ തിന്നോളും. അത് ഒന്നും വേണമെന്നില്ല കേട്ടോ അവനക്ക് കൂട്ടാൻ. അപ്പോൾ ഞാൻ സോയാബീൻ പൊരിച്ച്. പിന്നെ അവർക്ക് ടിഫിനായിട്ട് എന്താണെന്ന് വെച്ചാൽ കൊടുക്കണത് നമ്മുടെ ആപ്പിളാണ് കേട്ടോ. പിന്നെ ആദമിന് ആപ്പിൾ വേണ്ടാന്ന് പറഞ്ഞു. ഓസിലാണ് ആപ്പിൾ അവനക്കുള്ളതാക്കി വെക്കണത്. പിന്നെയെന്ന് പറഞ്ഞാൽ ആദമ് ഷൂവും ഷോക്സും ഇടാണ്ട് തീരെ കൂട്ടാക്കണ ഞങ്ങൾക്ക് ഇടുന്ന ഓളിടണം കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ താരം എണീറ്റിട്ടില്ല കേട്ടോ, നമ്മുടെ യൽന രാജകുമാരി. ഇപ്പോൾ അവളെ പേരിപ്പോൾ മാറ്റി ഞങ്ങളിവിടെ. ഇപ്പോൾ യൽനൊന്നല്ല, ഇപ്പോൾ സിൻഡ്രല്ല എന്നാണ് അവൾ വിളിക്കുന്നത് ഇവിടെ എല്ലാവരും. അങ്ങനത്തെ പോക്കിരുതരാണ് കേട്ടോ. പിന്നെ രാവിലെ നമ്മളിപ്പോൾ ഇത് വെള്ളപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, രാവിലത്തെ ചായക്കടിക്കുള്ളത്. കറിപ്പണി തുടങ്ങിയിട്ടില്ല, കറി ഇപ്പോൾ തുടങ്ങിയില്ല. നമ്മൾ ആദമിനെ ഓസിലിനെ അവർ വണ്ടി കയറ്റിയതിന് ശേഷമാണ് കറിപ്പണി തുടങ്ങുക. ചിലപ്പോൾ നേരത്തെ തുടങ്ങും, ഇന്ന് എന്തായാലും ഇപ്പോൾ തുടങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ അവർ പോയതിൻ്റെ ബാക്കിൽ എനിക്കും ഇറങ്ങണം. അതുകൊണ്ട് തന്നെ ഷെടപിടയെന്ന് വെച്ചിട്ടാണ് നമ്മൾ എല്ലാം വേഗം തീർക്കണം. പിന്നെ ഒന്ന് എണീക്കാൻ നേരം വൈകി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അപ്പോൾ ആദമിൻ്റെ രാവിലത്തെ കഴിക്കൽ കഴിഞ്ഞിട്ടോ, അവനൊരു വെള്ളപ്പവും പഞ്ചസാരയും കൂട്ടി കഴിച്ചു. അവനക്ക് ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ടോ. പിന്നെ അവൻ കുറേ ദിവസമായി ചോദിക്കണം അവൻ്റെ കറിപ്പാത്രം ഇടും ചെയ്യുന്ന എന്നും ചോദിക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ട് പറഞ്ഞാൽ ലാസ്റ്റ് ഇന്ന് അവനക്ക് ഇന്ന് കറിപ്പാത്രത്തിൽ മതി, വേറൊരു പാത്രത്തിലാണ് അവൻ കൊണ്ടുപോകാറ് കേട്ടോ. അത് വേണ്ട, ഇതിൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അയിമകളിൻ്റെ മോന് പാട്ടുണ്ടാക്കിട്ടോ. അങ്ങനെ പിന്നെ അതിലിട്ടാക്കിയാൽ മതി. പിന്നെ എന്താ ഫുള്ള് സോയാബീൻ വേണമെന്ന് കേട്ടോ. അങ്ങനെ പിന്നെ ആദമിന് ഒന്ന് ചെറുതായിട്ടൊരു വയറുവേദന ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഓക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ 2 പേർക്കുള്ളതായിട്ട് പിന്നെ ലഞ്ചും ടിഫിനും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആദമിന് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ നേരെ നമുക്ക് പാത്രത്തിലാക്കാനുള്ള പണിയാനുള്ളൂ കേട്ടോ. പിന്നെ ഞാനങ്ങളൊന്നും കഴിച്ചിട്ടില്ല, ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഞാൻ തുള്ളി വെള്ളം രാവിലെ എണീറ്റ് വെള്ളം കുടിക്കൂല, അങ്ങനെ തുള്ളി വെള്ളം കുടിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. ഇതൊക്കെ റോസ്റ്റ് ചെയ്യണം, മണം കേട്ടിട്ട് നമുക്കങ്ങനെ നിൽക്കാൻ പറ്റണില്ല. പക്ഷെ എന്തായാലും ഞാൻ ഇങ്ങനെയൊന്നും ഞാൻ കഴിക്കത്തില്ല ഇപ്പോൾ, മനസ്സിലായോ? അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത് അപ്പോൾ അവനക്കുള്ളത് ഫ്രൈ പായി വരുന്നത് ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ട കാരണം തന്നെ നേരം കുറേ ആയിട്ടോ. അപ്പോൾ പിന്നെ അവർക്കുള്ള ഫുഡ് നമുക്ക് വേഗം പാത്രത്തിലാക്കി, ഇത് വേറെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാമല്ലോ. അപ്പോൾ അവർക്കുള്ളത് വേഗം കർച്ചീഫാക്കിയിട്ടൊക്കെ അവർക്കുള്ള വേഗം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ആദമിന് ആപ്പിൾ വേണ്ടാന്ന് പറഞ്ഞു, അവനക്ക് കപ്പലണ്ടി മതി എന്ന് പറഞ്ഞു കേട്ടോ. ഹലോ, സ്കൂളിക്കുള്ളതല്ലേ? കുറച്ചെല്ലാം എടുത്തിട്ടുണ്ട് സാറേ. ഇനി അടുത്ത പണിയാണ് അടിച്ചു വാരൽ കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിവിടെ അടിച്ചുവാരായിരുന്നപ്പോൾ പിന്നെ ബാബിനെ കണ്ടപ്പോൾ ബാബിയുടെ സൗന്ദര്യം കണ്ട് എങ്ങനെ ആസ്വദിച്ചിരുന്ന് പോയതാണ് കേട്ടോ. ബാബി ഇത് നമ്മളെ കടയിൽ പോയിട്ടുണ്ട് കേട്ടോ. സോപ്പും പൊടിയും അതുപോലെ തന്നെ നമുക്ക് വെള്ളപ്പത്തേക്കുള്ള സാധനം. പൊട്ടിയതല്ല, ആർക്കും കാണണം പൊട്ടിയത്. എന്തൊക്കെയാ പരിപ്പാ ഉരുളങ്ങ. ബാബിയെ ഫോണ് നടക്കണവർക്ക് കൊടുക്കാണ്ട് വെച്ചിട്ടുള്ളതാണോ? 9:02 ഫോൺ ആർക്കെങ്കിലും കൊടുക്കാൻ വെച്ചതാണോ? 9:02 ഞാനാണ് കാണാണ്ട് അതൊക്കെ എടുത്തരണം കേട്ടാ. ഇനി ഞാൻ രാവിലെ എണീറ്റിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പിന്നെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഈ ജ്യൂസാണ് കുടിക്കാറ്. അപ്പോൾ പിന്നെ ഞാൻ ജ്യൂസ് അടിച്ച് വേഗം അവർ ഇറങ്ങിയോട് കൂടിയിട്ട് പിന്നെ ഞാൻ വേഗം അത് കുടിക്കാൻ നിന്നു കേട്ടോ. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇനി ഞാൻ ക്ലാസ്സിൽ പോകാൻ ചിലപ്പോൾ നേരം വൈകിട്ട് അപ്പം അടിച്ചില്ല, പിന്നെ ഒന്നും കഴിക്കാണ്ട് ഓടിപ്പോവും. അതോട് പിന്നെ ഞാൻ വേറൊന്നും നോക്കിയില്ല, വേഗം ഞാൻ ജ്യൂസ് അടിച്ച് വേഗം കുടിക്കാൻ നിന്നു കേട്ടോ. പിന്നെ ബാബി അവിടെ വേറൊരു പണിയിലാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് വെള്ളപ്പത്തേക്കുള്ള കറി ഉണ്ടാക്കാൻ കേട്ടോ. ഉരുളൻകിഴങ്ങ് കറിയല്ല കേട്ടോ, ഉരുളൻകിഴങ്ങ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ബാബിയുടെ ഈ ഒരു ഉരുളൻകിഴങ്ങിൻ്റെ റോസ്റ്റും അതുപോലെ വേറൊരു കറി കൂടി ഉണ്ടാക്കും, അത് സൂപ്പറായിട്ടോ, നല്ല ടേസ്റ്റാണ്. ബാബി ഒരു ധാരണയൊന്നും ഇല്ലാണ്ടാണ് ബാബി ഉണ്ടാക്കാമെന്ന് പറയാറ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ബാബി വേറെ എന്തോ പറഞ്ഞപ്പോൾ മോളെ ഇതൊന്നും 5 മിനിറ്റ് ഇളക്കി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ബാബി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഈ ഒരു ജ്യൂസ് കുടിക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ, ഹെൽത്തിനായാലും എല്ലാ കാര്യത്തിനായാലും അടിപൊളി സാധനമാണ് കേട്ടോ. നമ്മളെ എന്താ പറയുക, നമുക്കൊക്കെ ഒന്ന് ഒട്ടി മെലിഞ്ഞ് എന്താ പറയുക കോലായവർക്കൊക്കെ ഒന്ന് സെറ്റാവാൻ നല്ലതാണ്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടാൽ എന്നെ എന്തായാലും എല്ലാവർക്കും മനസ്സിലാവും, ആകേനെ പോയ ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പം ഞാൻ സെറ്റാണ് കേട്ടോ. എന്താ പറയുക, കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ നല്ലൊരു സംഭവമുണ്ട്. പിന്നെ ഇതിൻ്റെ പീനട്ട് ബട്ടർ ആദ്യം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു ഈ പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞ സാധനം. ഞാൻ തീരെ വെച്ചിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പം വെറുതെയെങ്കിലും എടുത്ത് കഴിക്കട്ടോ. എന്താണെന്നറിയില്ല, ഇപ്പം എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിപ്പോൾ ഞാൻ വെറുതെ ഇരുന്ന് കഴിക്കും. എനിക്കിപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ക്ലാസ്സിൽ പോകാനുള്ള നേരമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നേരം വൈകി, കാരണം എനിക്ക് 10 മണിക്ക് ഞാനിവിടെ നിന്ന് ഇറങ്ങും. 10-10:30 ഉള്ളിൽ ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട്. അപ്പം ഇന്നെന്തായാലും നല്ല നേരം വൈകിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇത് വേഗം കിടന്ന് ഓടുകയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം നല്ല നേരം വൈകിട്ടോ. 10:30 ആവാനായി. അപ്പോൾ പിന്നെ മുത്തമാവിലെത്തി വേഗം ഓടി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞങ്ങൾ ചാവക്കാട് ഇറങ്ങി. ഇവിടെയാണ് കേട്ടോ എൻ്റെ ക്ലാസ് ഉള്ളത്. ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നുണ്ട്. അപ്പം നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് എന്നും ഞങ്ങളിങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എന്നും നാളെ മറ്റന്നാൾ നിന്നേരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു മന്തി കണ്ട് കഴിക്കാൻ പോയി കേട്ടോ. ഞങ്ങൾ 8 പേര് 9 പേരുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി മന്തി. എന്ത് ബേബിക്ക് എന്താ ഹായ് കുച്ചോട്ടാ ഷെവനപ്പ് എല്ലാ ബേബി മുച്ചക്ക് ഉമ്മാന്നില്ലല്ലോ. മുച്ചക്ക് I love you. ഡസ്റ്റൂരിട്ട് വേമായോട്ടാ, ഞങ്ങോട്ട് വെയിറ്റ് ചെയ്യാട്ടാ. മഴ പെയ്യോടാ. നിങ്ങളേ ഇത്ര നേരം ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടാ. മഴ ചാറുണ്ട്. ഓസിലെ കൂടെ കൊടയെ നിക്ക്. ആദമ്മ ഇക്കൊക്കെ കൊട പിടിക്കും. ഓസിൽ മമ്മത് കൊട പിടിക്കും. മമ്മതാണ് ഹൈറ്റ്. മമ്മേനെ പിടിക്കും. മമ്മതാ ഹൈറ്റ്. ചൊടക്കൂ ചുരുക്കാനുള്ള കള്ള പറഞ്ഞത്. കൊട മമ്മ നിർത്തി പിടിച്ചതാ. ഞങ്ങള് ഹലോ എക്സ്ക്യൂസ് മീ, എന്താ സംസാരിക്കുന്നത് നിങ്ങൾ? നമ്മളിപ്പോ ഉണ്ടാക്കിയ വീടിന്റെ കഥ. ആ വീട് വേണോ അതമിനി? ആരുമില്ല, വീട് എടുത്തതാ. മറ്റേത് ദിവസം ഞാൻ 2 നേരം നടക്കാൻ കഴിയും. ഇപ്പൊ 1 നേരം നടക്കാൻ പോലും ഭയങ്കര മടി. അപ്പം ഞാനിപ്പോൾ ഉള്ളതേ എൻ്റെ വീട്, എൻ്റെ സ്വന്തം വീടിൻ്റെ തൊട്ടടുത്തുള്ള ഞങ്ങൾ റിഫ്താത്തയുടെ വീട്ടിലാണ് ഇട്ടുള്ളത്. റിഫ്താത്ത എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എൻ്റെ ഉമ്മയും ബാബിയും കഴിഞ്ഞ് എന്നെ അത്രയും അടുത്തറിയണതും, എൻ്റെ ഉമ്മ എങ്ങനെ എൻ്റെ ബാബി എങ്ങനെ അത്രയും ക്ലോസ് ആയ ഒരാളാണ് കേട്ടോ റിഫ്താത്ത. അതൊക്കെ നമുക്ക് ലെക്കാണ്. നമ്മൾ വീടിൻ്റെ അടുത്ത് അത്രയും നല്ലൊരു റിലേഷന് അങ്ങനത്തെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. അങ്ങനെ ഒരാളാണ് കേട്ടോ റിഫ്താത്ത. അപ്പോൾ അവിടെ വന്നിരുന്ന് വർത്താനം പറഞ്ഞ് നേരം പോയത് അറിഞ്ഞില്ല. ഒരുപാട് നേരം ഇരുന്നിട്ടാണ് പോയത്. മക്കളെ കണ്ടിട്ട് കുറേ ആയി, അവരോട് ഉണ്ടായിരുന്നില്ല, ഗൾഫിലായിരുന്നു. വന്നപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്വന്തം വീട്. ഇൻഷാ അല്ലാഹ് നമുക്കിത് തിരിച്ചെടുക്കണം. എന്താ പറയുക, നമ്മളൊന്നും അല്ലാണ്ടാക്കിയിട്ടിട്ട് പോയൊരാളുണ്ട്, എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട്. ആളെ മുന്നിൽ അതെല്ലാം മേടിച്ചെടുത്ത് കാണിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് പടച്ചവൻ അതിനുള്ളത് വിധിയാക്കി തരട്ടെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒന്ന് വീട്ടിൽ കയറണം എന്ന് തോന്നി. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് പോന്നു കേട്ടോ. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പ്ലേ അതിനൊരു വില ഉണ്ടായിരുന്നില്ല. പക്ഷെ കയ്യിൽ നിന്ന് പോയപ്പോൾ എന്തോ ഒരു ഭംഗിയുള്ള പോലെ, നല്ല എന്തൊക്കെ പോലെ തോന്നി നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ പുതിയ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ വരുമ്പോൾ 2 ആളുണ്ടാവാറുണ്ട്, ഒരു പെണ്ണും ഒരാണും പോയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് 4 മക്കളായി, 2 പേര് ഇവിടുന്ന് പോയി, ഇപ്പോൾ 2 പേരാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരൊക്കെ കണ്ട് നമ്മളെ വീടും കണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയുക, 8 മണിയായിട്ടോ. ഞങ്ങൾ എപ്പോൾ പോകുന്ന ആൾക്കാരൊന്ന് 8-8:30 ആയിട്ടോ ഞങ്ങൾ ഇവിടുന്ന് വരുമ്പോൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോ വരുമ്പോൾ ബൈ.